കൊൽക്കത്തയിൽ മലയാളി യുവതിയെയും കുഞ്ഞിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുന്നു. മരിച്ച വിഭജിക ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറച്ചു പറയുകയാണ് കുടുംബം. ഭർത്താവായ നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജികയുടെ മാതാവ് ശൈലജ ഉന്നയിക്കുന്നത്. വിഭജികയെ ഭർത്തൃപിതാവിനും ഭർത്തൃ സഹോദരിക്കും ഇഷ്ടമില്ലായിരുന്നുവെന്നും ഭർത്താവ് നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നുവെന്നും മാതാവ് ശൈലജ വെളിപ്പെടുത്തി. നിതീഷിന്റെ പീഡനം കാരണമാണ് വിഭജിക മുടിമുറിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. നിതീഷിനെയും കുടുംബത്തെയും വെറുതെ വിടരുതെന്നും വിഭജികയുടെ മാതാവ് ആവശ്യപ്പെട്ടു. ഷാർജ അൽ നഹദയിലെ ഫ്ളാറ്റിലാണ് ഒരേ കയറിൽ തൂങ്ങിയ നിലയിൽ വിഭജികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. മകളെ കൊന്ന അമ്മ ജീവനൊടുക്കിയതാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മകളെ കൊലപ്പെടുത്തിയതാണ് എന്ന ആരോപണവുമായി വിഭജികയുടെ അമ്മ ശൈലജ രംഗത്തെത്തി. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്ന് പരാമർശിക്കുന്ന വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പും പുറത്തുവന്നിട്ടുണ്ട്. ഭർത്താവിന്റെ സഹോദരിയാണ് എല്ലാത്തിനും കാരണമെന്നും അമ്മ ആരോപിച്ചു. മകൾ കൊടിയ പീഡനത്തിനിരയായ കാര്യം തന്നെ അറിയിച്ചിരുന്നില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും കണ്ണീരോടെ വിഭജികയുടെ മാതാവ് പറയുന്നു. നിതീഷിനെയും അയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിഭജിക കത്തിലെഴുതിയിരിക്കുന്നത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറിയതായും സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും കുറിപ്പിലുണ്ട്. മരിക്കാൻ ഒരാഗ്രഹവുമില്ല. മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ. രണ്ടാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ. അച്ഛൻ അപമര്യാദയായി പെരുമാറിയെന്നറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചിട്ടില്ല. അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായിരുന്നു മറുപടി. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു. കല്യാണം ആഡംബരമായി നടത്തിയില്ല, സ്ത്രീധനം കുറഞ്ഞുപോയി, കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞെന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു. വീടില്ലാത്തവൾ, പണമില്ലാത്തവൾ, തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചു. കുഞ്ഞിനെ ഓർത്ത് തന്നെ വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ല. ഒരിക്കൽ ഇവരുടെ വാക്ക് കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി. മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ എന്റെ വായിൽ കുത്തിക്കയറ്റി. നിതീഷിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും വിഭജിക പറയുന്നു. അവളുടെ പേര് പറഞ്ഞ് ഗർഭിണിയായിരുന്നു എന്റെ കഴുത്തിൽ ബെൽറ്റിട്ട് വലിച്ചു. ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല. ഗർഭിണിയായി 7ാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട്. തുടക്കത്തിലൊക്കെ നിതീഷ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ 1 വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു. എന്നെ അവർക്കൊരു മാനസിക രോഗിയാക്കണം. എന്റെ കൂട്ടുകാർക്കും ഓഫീസിൽ ഉള്ളവർക്കെല്ലാം നിതീഷും അയാളുടെ സഹോദരിയും അച്ഛനും ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് അറിയാമെന്നും പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. തന്നിൽ നിന്ന് നിതീഷ് അകലാൻ കാരണം മറ്റൊരു യുവതിയുമായുള്ള അടുപ്പമാണെന്നും വിഭജിക ബന്ധുവിനോട് പറയുമായിരുന്നു. ഇതിനുള്ള തെളിവായി അവർ തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകളും വിഭജിക നിതീഷിന്റെ ഫോണിൽ നിന്ന് കൈവശപ്പെടുത്തിയിരുന്നു. യുവതിയുമായുള്ള അടുപ്പത്തിന് ശേഷമാണ് തന്നോടും മകളോടുമുള്ള മോശം പെരുമാറ്റം ശക്തിപ്പെട്ടതെന്നും വിഭജിക വിശ്വസിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭജികയെയും മകൾ വൈഭവിയെയും ഷാർജ അൽ നഹദിയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭജികയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരും മരിച്ചതായി കണ്ടെത്തിയത്. ഈ സമയം നിതീഷ് വിഭജികയുടെ ഫോൺ കൈക്കലാക്കിയെന്നും സംശയിക്കുന്നുണ്ട്. വിഭജിക ആത്മഹത്യയ്ക്ക് കുറച്ചുനാൾ മുൻപ് തന്നെ തീരുമാനിച്ചിരുന്നതായും തെളിഞ്ഞുവരുന്നു. യുവതി ബന്ധുവായ ഗുരുവായൂർ സ്വദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതിയേൽപ്പിക്കാൻ സുഹൃത്തിനെ ഏൽപ്പിച്ച ശേഷമായിരുന്നു മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പൊതി ബന്ധുവിനെ 2 ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് ATM കാർഡുകൾ, നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ, 1000 ദിർഹം എന്നിവയും പൊതിയിലുണ്ടായിരുന്നു. വിഭജികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി. താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരേക്കും സൂക്ഷിക്കാനാണ് കൈമാറുന്നത് എന്നായിരുന്നു സുഹൃത്തിനോട് വിഭജിക പറഞ്ഞിരുന്നത്. നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നുവെന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത് എന്നാണ് ബന്ധുസ്ത്രീ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.